ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അണ്ടി മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. സെയിം പാനിലേക്ക് 2 നേന്ത്രപ്പഴം വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുത്തിട്ട് ഇതും കൂടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് വെള്ളം ഒന്ന് തിളച്ചിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു കപ്പ് സേമിയ ചേർത്ത് കൊടുത്തിട്ട് സേമിയ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി സേമിയ നന്നായിട്ട് വെന്തിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതും കൂടെ ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വെക്കാവുന്നത്. ഇനി നമുക്ക് ഒരു പലഹാരം റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് കൊടുക്കുകയാണ്. 4 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഈ പഞ്ചസാര നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് എടുക്കുകയാണ്. പിന്നീട് നമ്മൾ വാട്ടിയെടുത്ത ആ ഒരു പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഈ ഒരു സേമിയ കൂടെ ആ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് ഒരു സോസ് പാനിലേക്ക് സോസ് പാനിൽ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ബാറ്റർ ഒന്ന് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു അണ്ടിയും മുന്തിരിയും കൂടെ ഒന്ന് വിതറി കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഈ അണ്ടി മുന്തിരി അതിലൊന്ന് ഒരു ചെറിയ തവി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ പാന് അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പലഹാരം പെട്ടെന്ന് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയ ഒരു പാനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് വേവായിക്കണമെന്നുള്ള ചെറിയ ടൂത്ത് പിക്ക് ഒന്ന് വെച്ചിട്ട് കുത്തി നോക്കാവുന്ന. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.